വിമാനത്താവളത്തിൽ ലഗേജിന് ഭാരം കൂടിയത് ചോദിച്ചപ്പോൾ ഉള്ളിൽ ബോംബെന്ന് പറഞ്ഞ യാത്രക്കാരൻ അറസ്റ്റിൽ. കോലാലംപൂരിലേക്ക് പോകാനെത്തിയ കോഴിക്കോട് സ്വദേശി റഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ലഗേജിന് ഭാരം കൂടിയത് ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥരോട് ഇയാൾ ബോംബാണ് ഉള്ളിലെന്ന് പറഞ്ഞിരുന്നു. തുടർന്നായിരുന്നു അറസ്റ്റ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇതുപോലുള്ള സംഭവം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ടായതാണ്. അതായത് തൻ്റെ മകൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ വിമാനം പോകാതിരിക്കാൻ, യാത്ര പുറപ്പെടാതിരിക്കാൻ അവിടെ വ്യാജ ബോംബ് ഭീഷണി മുഴക്കി അങ്ങനെ ഒരു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത സംഭവം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഒരു തമാശയ്ക്കായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കൗതുകത്തിനൊക്കെ പറഞ്ഞതായിരിക്കും ഇതിൽ ബോംബാണ്, ഈ ലഗേജിനുള്ളിൽ ബോംബാണെന്ന് പറഞ്ഞു. പക്ഷെ ഒടുവിൽ ഈ നിയമ നടപടിക്ക് വിധേയനാകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എങ്ങനെയാണ് ഈ യാത്രക്കാരൻ പിടിയിലായത്? ഇയാൾക്കെതിരെ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പം ഈ ലഗേജിന്റെ ഭാരം, എയർ ഇന്ത്യക്ക് ഒരു നിശ്ചിത ഭാരമുണ്ട്. അതായത് കയ്യിൽ 7 കിലോയും അതുപോലെ ലഗേജായിട്ട് 25 കിലോയും ആണ് അനുവദനീയമായ തൂക്കം. അതാണ്. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ പേ ചെയ്യേണ്ടി വരും. എത്ര കിലോ ആണെന്ന് അനുസരിച്ചിട്ടുള്ള ഒരു എയറിൻ്റെ ഒരു നിശ്ചിത തുക ഉണ്ടാവും. ആ തൂക്കം നോക്കിയപ്പോൾ ഈ ലഗേജിന് ഭാരം കൂടുതലാണ്. അപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായും ചോദിച്ചതാണ്, ഇത് ലഗേജിന് ഭാരം കൂടുതലാണല്ലോ, എന്താണ് ബാഗിനുള്ളിൽ ഉള്ളത്? അതായത് നമുക്ക് കൊണ്ടുപോകേണ്ടുന്ന അത്യാവശ്യമുള്ള വസ്തുക്കളാണെങ്കിലാണ് അത് കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ നമുക്കത് മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഒരു ഇത് കൂടി പ്രിഫർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അത്തരത്തിൽ ചോദിച്ചത്. പക്ഷേ റഷീദ്, ഈ കോഴിക്കോട് സ്വദേശി റഷീദ്, അദ്ദേഹത്തിന് ആ ചോദ്യം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ തമാശ പോലെ പറഞ്ഞതാണോ എന്ന് സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ബോംബാണ് എന്നാണ് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ മറുപടി. അങ്ങനെയാണ് അത് ഒരു പ്രത്യേകിച്ചും ഇത്തരമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ അത് ഒരു വലിയ ഭീഷണി തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ബോംബാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതുണ്ട്. അത് ബോംബുമായി വന്ന ആൾ എന്നുള്ള തരത്തിലാണ് അപ്പോൾ റഷീദിനെ കസ്റ്റംസ് ആയാലും സുരക്ഷാ ഉദ്യോഗസ്ഥരായാലും കൺസിഡർ ചെയ്യുക. അദ്ദേഹത്തെ വേഗം അത് പോലീസിന് കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അപമാനിച്ചു എന്നുള്ള തരത്തിലാണ് റഷീദിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും അത് എത്ര യാത്രക്കാരെയാണ് അത് ബാധിച്ചത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം അതായത് ഒരു തമാശ പറഞ്ഞതാണ്, പക്ഷേ പുള്ളിക്ക് കിട്ടിയത് 8ന്റെ പണിയാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് അത് മാറുകയുണ്ടായി. അത് തമാശയായിരിക്കാം, പക്ഷേ അത് നമുക്കിപ്പോൾ അത് വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താവശ്യത്തിനായിരുന്നു പ്രത്യേകിച്ചും ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ്. അതിലുള്ള യാത്രക്കാരെ ബാധിക്കുന്ന അവരുടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഇതിന്റെ ഗൗരവം ഒരുപക്ഷെ ഇയാൾക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം. കാരണം എത്രയധികം ആളുകളെ ഭീതിയിലാഴ്ത്തുന്ന സംഭവമാണ്. പ്രത്യേകിച്ചും ഒരു വിമാനത്താവളം പോലെ അതീവ സുരക്ഷാ മേഖലയാണ്. ഇവിടെ ഒരു ബോംബുണ്ട്, അല്ലെങ്കിൽ ബോംബ് ഒരു വ്യാജ ഭീഷണി പോലും സ്വാഭാവികമായും ജനങ്ങളിൽ മാത്രമല്ല ഉദ്യോഗസ്ഥരിലൊക്കെ വലിയ ഒരു ഭയം ഉളവാക്കാം. ഇവിടെ ഇതിൻ്റെ ഒരു ഗൗരവം ഒരുപക്ഷെ ഇയാൾക്ക് മനസ്സിലായിരിക്കില്ല. എന്തായാലും പോലീസിൻ്റെ നിയമ നടപടി ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ്, എന്തൊക്കെ വകുപ്പുകളായിരിക്കും ഇയാൾക്കെതിരെ ചുമത്തുക? നിലവിൽ പോലീസാണോ അതോ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവരോട് അപമര്യാദയെ പെരുമാറി, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് അപമര്യാദയെ പെരുമാറി എന്നുള്ള കേസാണ്, അതായത് എന്നുള്ള വകുപ്പ് ചുമത്തി ആണ് കേസ് എടുത്തിട്ടുള്ളത്. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ അപമര്യാദയെ പെരുമാറി, ഇത് തന്നെയാണ് ചുമത്തിയിരിക്കുന്ന ഈ വകുപ്പ് അനുസരിച്ചിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെ നിസ്സാരമായി കണക്കാക്കുമ്പോഴും, അതല്ലെങ്കിൽ ആ കേസ് എടുത്തു അയാളെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കണക്കാക്കുമ്പോഴും ടോം സൂചിപ്പിച്ചതുപോലെ ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. കാരണം മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഒരു കൺസിഡറേഷൻ എപ്പോഴും വിമാനത്താവളത്തിൽ ഉണ്ടാകും. ഇത്തരം സുരക്ഷാ പരിശോധനകളിൽ ഉണ്ടാകും. അത് കൃത്യമായി അവർക്ക് നിരീക്ഷിച്ചേ പറ്റുള്ളൂ. അത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടുന്ന വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഈ ഉദ്യോഗസ്ഥർ ഫേസ് ചെയ്തിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അതായിരിക്കണം ഒരുപക്ഷെ അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അതാണ്
അതിനോട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് യാത്രക്കാരോട് എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വം അതാണ്. അത് ഒരു ഇടം, അത് റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ, എയർപോർട്ട് ആകട്ടെ, ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ ചെക്കിംഗ് പാലിക്കേണ്ടുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ നമ്മൾ അതിൽ പാലിക്കാനുള്ള ബാധ്യത ജനങ്ങൾക്കോ പൊതുജനത്തിനോ ഓരോ ആളുകൾക്കും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് ഇവരോട് അത് സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലെത്തിയെങ്കിൽ ഇത്ര വലിയ ഒന്നും പുള്ളി ചെന്ന് പെടുമായിരുന്നില്ല എന്നാണ് വേണം മനസ്സിലാക്കാൻ. പക്ഷെ റഷീദ് തമാശയ്ക്ക് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ ഭാരക്കൂടുതൽ എന്താണ് ബാഗിനുള്ളിൽ, എൻ്റെ ബാഗിനുള്ളിൽ എന്താണെന്ന് താൻ അറിയേണ്ട ആവശ്യം എന്താണ് എന്നുള്ള തോട്ടിൽ നിന്നാണ് എന്തായാലും പറഞ്ഞ മറുപടി. അത് ബോംബെന്നാണ്. ബോംബ്, ഹൈജാക്ക് തുടങ്ങിയ വാക്കുകളൊന്നും എയർപോർട്ടിൽ ചെന്ന് ഉപയോഗിക്കരുതെന്നാണ് ഇതിന്റെ തുടർന്നുണ്ടാകുന്ന ട്രോളുകളിലും കമന്റുകളിലും ഒക്കെ വരുന്നത്. കാരണം ഇത് ടോം സൂചിപ്പിച്ചതുപോലെ ആളുകളെ പാനിക്കാക്കും, അതല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പാനിക്കാക്കും. ഈ ബോംബെന്ന് പറയുന്നത് ഞാൻ പൊട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും, ഞാൻ തമാശയല്ല പറഞ്ഞത് എന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അത്തരം സാഹചര്യങ്ങൾ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെ പോലീസ് കസ്റ്റംസ് നീങ്ങിയത്. മാത്രമല്ല അപമര്യാദയെ പെരുമാറി, കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട്, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനോട് അപമര്യാദയെ പെരുമാറി എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് പ്രധാനമാണ്, പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് ചുമത്തിയാണ് റഷീദിനെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ഇത്തരം തമാശകൾ വിമാനത്താവളത്തിലായാലും അല്ലെങ്കിൽ ഇത്തരം അതീവ സുരക്ഷാ മേഖലകളിൽ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.